ഇത് നിങ്ങളുണ്ടാക്കി ധൈര്യമായിട്ട് ഉപയോഗിച്ചു കേട്ടോ. പരീക്ഷിച്ച് വിജയിച്ചതാണ്. 10 പൈസയുടെ മുടക്കില്ല കേട്ടോ. നമ്മുടെ മുളകൊക്കെ കണ്ടോ, ഇതാ ഈ കുരുടിപ്പ് എന്നാൽ പിന്നെ നമുക്കറിയാമല്ലോ, ഇതിൽ പിന്നെ ഒരിറ്റ കായ് പോലും ഉണ്ടാവില്ല. അങ്ങനെ പതുക്കെ അതങ്ങ് നശിച്ചു പോകും. അപ്പോൾ അത് ഈ കുരുടിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതിങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുളക് മാത്രമല്ല, വഴുതനയ്ക്കാണെങ്കിലും അതുപോലെ വെണ്ടയ്ക്കാണെങ്കിലും ഒക്കെ കുരുടിപ്പ് മാത്രമൊന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ മീലി ബഗ്, പിന്നെ പുഴുക്കേട്, ഇങ്ങനെയുള്ളതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മളൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ, പച്ചക്കറിക്ക് മാത്രമല്ല ഇത് പൂച്ചെടിക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. തക്കാളിയിലൊക്കെ ഇഷ്ടം പോലെ കായുണ്ട്, പക്ഷേ കുരുടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം. ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ടോ, എല്ലാത്തിലും നല്ല കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, വെണ്ടയിലാണെങ്കിലും. പക്ഷേ ഏതാണ്ടൊക്കെ വെളുത്ത് മഞ്ഞനിറത്തിലൊക്കെ ഇങ്ങനെ കുനുകുനാന്നിരിപ്പുണ്ട്. അതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ ചെടിയെ ആക്രമിക്കാനായിട്ട് വരുന്ന കീടങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പൂച്ചെടിക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമാണല്ലോ പൂക്കളൊക്കെ. ഇത് നോക്കി, ആ ചെത്തിയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ കണ്ടോ. അപ്പോൾ നമുക്ക് കീടനാശിനി എങ്ങനെ തയ്യാറാക്കും നോക്കാം. നമ്മൾ ആര്യവേപ്പ് മരമാണ് കണ്ടല്ലോ എല്ലാവരും അല്ലേ. എല്ലാവരും വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണം. വളരെ ഔഷധ ഗുണമുള്ള ഒരു മരമാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇല എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു കീടനാശിനി ഉണ്ടാക്കാനാണ് കേട്ടോ. അയ്യോ, അപ്പടി നീർ ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 സാധനങ്ങൾ വേണം കേട്ടോ കീടനാശിനി ഉണ്ടാക്കാനായിട്ട്. അതായത് നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ, തക്കാളി ആണെങ്കിലും എന്താ ഈ മുളകിൻ്റെയൊക്കെ കുരുടിപ്പ്, ഇലയൊക്കെ കുരുടിക്കില്ലേ, അതൊക്കെ മാറാനും, പിന്നെ എല്ലാം വെള്ളീച്ച അങ്ങനെയുള്ള എല്ലാ കീടങ്ങളും ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാറും കേട്ടോ. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് മേടിക്കേണ്ട. അപ്പോൾ എങ്ങനെ തയ്യാറാക്കും നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് ഒരു അലോവേരയുടെ ഒരു പീസാണേ. ഇത് ഇതിനകത്തുനിന്നൊരു എന്താ പറയുക, യെല്ലോ നിറത്തിലുള്ള ഒരു ദ്രാവകം വരില്ലേ ഈ വരുന്നത്, ഇത് അങ്ങോട്ട് കളയണം കേട്ടോ. കളഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. 2 മിനിറ്റ് വെറുതെ എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെച്ചാൽ മതി. അപ്പോൾ ആര്യവേപ്പിലയായി, അലോവേരയായി. ഇനി നമുക്ക് മഞ്ഞൾ വേണം, 1-2 സാധനങ്ങൾ വേണം. നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതാ കുറച്ച് ആര്യവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കൃത്യമായിട്ട് അളവൊന്നുമില്ല കേട്ടോ. ഒരു 8-10 ഇതെടുക്കാം, തണ്ടെടുക്കാം. പിന്നെ ഇത് നമ്മുടെ അലോവേര, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അതൊരു 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് ഒരു 3-4 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. 2 ദിവസം എങ്കിലും പുളിപ്പിക്കണം കേട്ടോ. 4 ദിവസമാണെങ്കിൽ അത്രയും നല്ലത്. 1 ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട്. ഇത് നല്ല വീര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് പിന്നെ മഞ്ഞൾപ്പൊടിയാണുള്ളത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ല. നമുക്ക് 10 പൈസ പോലും മുടക്കില്ല കേട്ടോ ഇതിന്. മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ആര്യവേപ്പിലയുടെ തണ്ടൊന്ന് മാറ്റിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ ജാർ നന്നായി കഴുകണേ. പഴയ ജാറുണ്ടെങ്കിൽ അതെടുക്കുക, കാരണം നല്ല കയ്പ്പാണ് ഇതിന്. ഇതിന് ശേഷം നന്നായി കഴുകണം. അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ ഊരിയിട്ടിട്ട് നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ഈ അലോവേരയും നമുക്കിതുപോലെ അങ്ങോട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ അലോവേരയുടെ ഇത് മതി അത് അരയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കണ്ടോ. അത് നമ്മൾ ഇതിനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു. ഇത് 5 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൃത്യ അളവൊന്നും പറയുന്നില്ല. ഒരു 1-1.5 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം. പുളിച്ച തന്നെ എടുക്കണേ. പുളിപ്പിക്കാൻ വെറുതെ അങ്ങ് വെച്ചാൽ മതി, വെറുതെ അടച്ചങ്ങ് വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ കഞ്ഞിവെള്ളം പുളിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്ത് വെള്ളമാണ് കേട്ടോ. വെള്ളം ഒരു 5 ഇരട്ടി വെള്ളം ചേർക്കണം. നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്, 5 ഇരട്ടി വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു പാത്രം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം അളന്നൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം 5 ലിറ്ററിൻ്റെ പാത്രം ആയതുകൊണ്ട് നമ്മളതങ്ങോട്ട് നിറച്ചങ്ങോട്ട് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ അരിക്കാൻ പ്രയാസമാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത ശേഷം നമ്മൾ
ഇത് ഒരു തോർത്തോ പഴയ തോർത്തോ വല്ലതും ഒഴിച്ചിട്ട്, കാരണം ഇത് ബോട്ടിലൊഴിച്ച് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലാതെ നമുക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനരിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കുറച്ച് വീതം ചുവട്ടിലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കുകയാണ്. തുണി വെച്ച് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുവാണ്. നമുക്കറിയാലോ സ്പ്രേ ചെയ്യുന്നത് രാവിലെയോ വൈകുന്നേരമോ, അല്ലാതെ സൺലൈറ്റ് ഉള്ളപ്പോൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ അരിച്ചിട്ട് ഇത് കുറേ ദിവസം വെച്ചേക്കാട്ടോ, കേടൊന്നും ആവില്ല. ഇത് ഒരാഴ്ചയൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് തീർന്നു കഴിയും പിന്നെ ഉണ്ടാക്കിയാൽ മതി. അറിയാമല്ലോ പിന്നെ നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത് 2-3 ദിവസം കൂടുമ്പോൾ ഒന്നിങ്ങനെ സ്പ്രേ രാവിലെയോ വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിൽ മുകളിലൊക്കെ വരത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അരിച്ചെല്ലാം എടുത്തിട്ട് നമ്മളിനി സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്, അതായത് ചാനൽ ഗ്രോ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുന്നവർ അറിയിക്കണം. തന്നെയല്ല, നിങ്ങൾ ആരൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര നാൾ നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണമെന്നും കൂടി അറിയിക്കുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒരു ജാറിൽ ഇത് കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ എൻ്റെ ഹൊളാപ്പെന്നും പറഞ്ഞൊരു ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.